അഹമ്മദാബാദിൽ വെച്ച് നടന്ന എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചാണ് രാജ്യമൊട്ടാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഓരോ അപകടവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യജീവിതം എത്രയേറെ നൈമിഷികമാണെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ആ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ആരും തന്നെ വിചാരിച്ചു കാണില്ല അവർ പോകുന്നത് അവസാന യാത്രയ്ക്കാണെന്ന്. അവരെല്ലാവരും പുത്തൻ പ്രതീക്ഷകളിലേക്കാണ് യാത്ര ചെയ്തത്. അതിലാരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ മരണം എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ നമുക്ക് പ്രവചിക്കാനായിട്ട് കഴിയില്ല. ഈ ഒരു വിമാനാപകടം മാത്രമല്ല, അപകടം അല്ലെങ്കിൽ മരണം നമ്മളുടെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. പക്ഷേ നമ്മൾ അവശേഷിച്ച് പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ മരണം ഉണ്ടാക്കുന്ന ആ ശൂന്യത നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവാം, അല്ലെങ്കിൽ നമ്മൾ പല സുഹൃത്തുക്കളുടെ ഇടങ്ങളിലാവാം, അവിടെയെല്ലാം നമ്മളുടെ ആ ഒരു ശൂന്യത പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യപ്പെടും. മനുഷ്യൻ ഈസിലി റീപ്ലേസബിൾ ആണ്. അത് എവിടെയാണ് നമ്മളുടെ ശൂന്യത നിലനിൽക്കുന്നത്? അത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ മാത്രമാണ്. തിരക്കിലാണെന്ന് പലരും ഫോണിലാണ്, സോഷ്യൽ മീഡിയയിലാണ്. നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ടവർ അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സമയവും സ്നേഹവും അതൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മളതൊക്കെ കൊടുക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് തിരക്കാണ്, എൻ്റെ ജോലി സംബന്ധമായി ഞാൻ സ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പലതും നമ്മൾ പറഞ്ഞ് എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മളുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നവരാണ്. പക്ഷേ നാളെ നമ്മളുടെ കൂടെയുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഭൗതിക ശരീരം പോലും അവരുടെ പ്രിയപ്പെട്ടവർക്ക് കിട്ടിയില്ല. കത്തിക്കരിഞ്ഞ നിലയിലാണല്ലേ. അപ്പോൾ അത് തിരിച്ചറിയാൻ തന്നെ DNA സ്വീകരിക്കേണ്ട വരുന്ന ഒരവസ്ഥ, അത്തരമൊരവസ്ഥ നമുക്ക് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മളുടെ കൂടെയുള്ള സമയം, ആ വാല്യൂബിൾ ടൈം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക നമ്മുടെ ഫാമിലിയോടൊപ്പം. അത് ആരും ആയിക്കോളും, നമ്മുടെ പാരൻസ് ആവാം, മക്കളാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയോ ഭർത്താവോ ആരുമാവാം. അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരെ സ്നേഹിക്കുക, അവർക്ക് സമയം നൽകുക. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ റീപ്ലേസബിളാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത്.